ഇനി ഈ ആർട്ടിക്കിൾ 14ന്റെ കൂടെ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ആ ഫസ്റ്റ് വീഡിയോസ്. ആ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത്, പറഞ്ഞിരുന്ന ഐഡിയ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നല്ല പറഞ്ഞിരുന്നത്. അപ്പോൾ റൂൾ ഓഫ് ലോയിൽ വരുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ, അന്ന് നമ്മൾ പറഞ്ഞത് നിയമവാഴ്ച എന്ന്, എല്ലായിടത്തും റൂൾ ഓഫ് ലോ, ഡെമോക്രസിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ ഓഫ് ലോ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാ കണ്ടീഷൻസിലും എന്തല്ല, റൂൾ ഓഫ് ലോ ഒരു ആപ്ലിക്കബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് എ.വി. ഡൈസി എന്ന് പറയുന്ന ഒരു തിങ്കറാണ് ഇത് പറഞ്ഞേക്കുന്നത്. എ.വി. ഡൈസി ആണ് ഇത് പറഞ്ഞേക്കുന്നത് റൂൾ ഓഫ് ലോ, ഡൈസീസ് റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റൂൾ ഓഫ് ലോയിൽ പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ദാറ്റ് ഈസ് നോ മാൻ ക്യാൻ ബി പണിഷ്ഡ് എക്സെപ്റ്റ് ഫോർ ബ്രീച്ച് ഓഫ് ലോ. അതായത് ഒരു ആർബിട്രറി പവർ ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ ഒരാളെ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിയമപരമല്ലാതെ ശിക്ഷിക്കാൻ പാടില്ല, നിയമത്തിന്റെ അടിയിൽ മാത്രം, പണിഷ്ഡ് എക്സെപ്റ്റ് ഫോർ എ ബ്രീച്ച് ഓഫ് ലോ, എന്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ, ബ്രീച്ച് ഓഫ് ലോയിൽ മാത്രമേ പണിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ദ ലോ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എന്താണ്, സെയിം ലോ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, ദ പ്രൈമസി ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അതായത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് വരാം. ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ, നോ മാൻ ക്യാൻ ബി പണിഷ്ഡ് എക്സെപ്റ്റ് ഫോർ ബ്രീച്ച് ഓഫ് ലോ എന്ന് പറഞ്ഞു. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീച്ച് ഓഫ് ലോ ഇല്ലാതെ പണിഷ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. അതായത് എല്ലാവരും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എല്ലാവരും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൈമസി ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് കാരണമാണ് വന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിസൾട്ട് ഓഫ് റൈറ്റ്സ്. എനിക്ക് റൈറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് വന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നേന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ 3 കണ്ടീഷൻസാണ് പറഞ്ഞത്. ഒന്ന് ആർബിട്രറി പവറിന്റെ ഇല്ലാതിരിക്കുന്ന സ്ഥലം. എന്ത് ചെയ്യുക, ഒരാളെ ഒരു ലോയെ ബ്രീച്ച് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ വിചാരിക്കുക, കൊല്ലുന്നത് ഒരു തെറ്റല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൊല്ലാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ലോ ബ്രീച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പണിഷ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഒന്നാമത്തെ അത് പറഞ്ഞു. രണ്ടാമത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ പറഞ്ഞു. എല്ലാ കണ്ടീഷൻസിലും എല്ലാവരും ഈക്വൽ ആണ്, ഇക്വാലിറ്റി ബിഫോർ ലോ. മൂന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു, എനിക്ക് റൈറ്റ് ഉള്ളത് കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കണ്ടീഷൻസും വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ, ഇന്ത്യൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് റൈറ്റ് ഈസ് ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഇൻഡിവിജ്വലിന് റൈറ്റ് ഉള്ളത് കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്. വൈ? ബിക്കോസ് ഇൻഡിവിജ്വലിന്റെ റൈറ്റ് അല്ല ഇവിടുത്തെ റീസൺ. കാരണം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് ആളുകൾക്ക് എന്ത് വന്നത്, റൈറ്റ് വന്നത്. ദാറ്റ് ഈസ് റൈറ്റ്സ് ആർ എ റിസൾട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ്സ് എന്തിന്റെ റിസൾട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്കം ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ ഇന്ത്യയിൽ ഏതായാലും ബാധകമല്ല. സിമിലർലി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയാൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്, ഇതും നമ്മൾ പല സമയത്തും ശരിയായിട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ് ശരിയായിട്ട് വരാത്തത്, ബിക്കോസ് വി ബിലീവ് ദാറ്റ് ഇക്വാലിറ്റി ബിഫോർ ലോ മേ അഫക്ട് ദി ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അതായത് നമുക്ക് ഡെവലപ്മെന്റ് വേണം, വെൽഫെയർ കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇക്വാലിറ്റി ബിഫോർ ലോയും നമുക്ക് എന്തല്ല, അത്ര ആപ്ലിക്കബിൾ ഒന്നും അല്ല. ഇനി അടുത്ത വരുന്നത് എക്സെപ്ഷൻ. ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, പ്രസിഡന്റ്, ഗവർണർ, MP, MLA, UN എംബസി ഇങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർക്ക് എന്തില്ല, ഇക്വാലിറ്റി ബിഫോർ ലോ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രസിഡന്റിന് ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവിൽ കേസുകളിൽ പോലും, സിവിലിനും ക്രിമിനലിന് പോലും എന്ത് കിട്ടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. വൈ? ബിക്കോസ് അതൊരു പ്രിവിലേജ്ഡ് ഓഫീസാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം നമ്മൾ റൈറ്റ്സിനെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ റൈറ്റ്സിനെ കൊടുക്കുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 14ൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഡൗട്ട്സിനെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, അല്ലെ മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. വി ക്യാൻ മേക്ക് ബെറ്റർ ക്ലാരിറ്റി, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ